3.5 കോടി രൂപ ചെലവിൽ നവീകരിച്ച മണലൂർ വെസ്റ്റ് സെന്റ് ജോസഫ് നവദേവാലയത്തിന്റെ കൂദാശ ഈ മാസം 16-നും സംയുക്ത തിരുനാൾ നവംബർ 21 മുതൽ 24 വരെയും ആഘോഷിക്കുമെന്ന് വികാരി ഫാദർ ജോജു ചിരിയങ്കണ്ടത്ത്, ജനറൽ കൺവീനർ ഡോക്ടർ ആന്റണി തോപ്പിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇടവകയിലെ കുടുംബങ്ങളുടെ ചിരകാല സ്വപ്നമാണ് പള്ളി നവീകരണത്തോടെ സാക്ഷാത്കരിക്കപ്പെടുന്നത്. കാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇതോടൊപ്പം പണിതീരാതെ കിടക്കുന്ന നാനാവിഭാഗത്തിൽപ്പെട്ട പാവപ്പെട്ട 10 കുടുംബങ്ങളുടെ വീടുകൾ പണി പൂർത്തീകരിച്ച് നൽകും. 10 ലക്ഷം രൂപയാണ് ഇതിന് വിനിയോഗിക്കുക. ഇടവകയിലെ നടക്കാൻ ബുദ്ധിമുട്ടുന്ന വയോധികരെ അടക്കം കൊണ്ടുവന്ന് സ്നേഹവിരുന്നും ഒരുക്കുന്നുണ്ട്. 16-ന് വൈകിട്ട് 3-ന് തൃശൂർ അതിരൂപത മെത്രോപൊലിത്ത മാർ ആൻഡ്രൂസ് താഴത്ത് നവദേവാലയത്തിന്റെ കൂദാശ നിർവഹിക്കും. തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായി തിരുസ്വരൂപം എഴുന്നള്ളിച്ച് വെക്കൽ, കപ്പേള ആശീർവാദം, അമ്പ് പ്രദക്ഷിണം, പാട്ട് കുർബാന, തിരുനാൾ പ്രദക്ഷിണം, വർണ്ണമഴ, ഗാനമേള എന്നിവയും ഒരുക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ ജോയിന്റ് കൺവീനർ സ്റ്റീഫൻ ചുങ്കത്ത്, കൈക്കാരൻ പാവു ചിറമ്മൽ, പബ്ലിസിറ്റി കൺവീനർ ടി.കെ. ഹിരൺ എന്നിവരും പങ്കെടുത്തു. ഉച്ചകഴിഞ്ഞ് 3 മണിക്കാണ് നവീകരിച്ച ദേവാലയത്തിന്റെ ആശീർവാദ കർമ്മം തൃശ്ശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്നത്. തുടർന്ന് തിരുനാളിൻ്റെ കൊടികയറ്റവും ഇടവകയുടെ 40 വർഷത്തോളമായ ഏകദേശം 300ഓളം വീടുകളാണ് ഞങ്ങളുള്ളത്. 40 വർഷം മുമ്പ് 1988-ലാണ് പഴയ ദേവാലയത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത്. 89-ൽ പഴയ ദേവാലയം ആശീർവദിച്ചു. തുടർന്ന് 2023 മാർച്ച് മാസം 19-ാം തീയതി അഭിവന്ധ്യ മാർ ജേക്കബ് തുമ്പുഴി പിതാവ് പുതിയ ദേവാലയത്തിന് തറക്കല്ലിട്ടു.